So good morning guys, welcome back to day 12 guys. അപ്പോൾ ഇന്ന് മൺഡേ ആണ്, നമുക്കിന്ന് കുറച്ചും കൂടെ ഹാർഡ് ആയിട്ട് വർക്ക് ചെയ്യണം. സോ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ പോയി നമ്മുടെ വർക്കൗട്ട്, മെഡിറ്റേഷൻ, സെൽഫ് ഇംപ്രൂവ്മെന്റ് ഫിനിഷ് ചെയ്തിട്ട് സോ ഗൈസ്, വർക്കൗട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. സോ നമ്മൾ ഇനി മുതൽ അങ്ങോട്ട് ഡെയിലി ചെയ്യാൻ പോകുന്ന പുഷപ്സ്. അപ്പോൾ ഇന്ന് ഡേ 12 ആണ്. അപ്പോൾ ഇന്ന് 12 പുഷപ്സ് അറിയാം. സോ അത് ചെയ്തിട്ട് വരാം. സോ ഗൈസ്, വർക്കൗട്ട്, മെഡിറ്റേഷൻ, സെൽഫ് ഇംപ്രൂവ്മെന്റ് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സോ അത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന റൊട്ടീൻ്റെ ഭാഗമായിട്ടുള്ള സാധനമാണ് കുളിക്കുന്നത്. കുളിച്ചിട്ട് ഗൈസ്, ഇതാണ് നമ്മുടെ വയറിൻ്റെ അപ്ഡേറ്റ്. ഇത്ര ലെവലായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് പിടിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിലോട്ട് വന്നിട്ടുണ്ട്. ഗൈസ്, പ്രോഗ്രസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സോ യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ കുളിച്ചു കഴിഞ്ഞു. ഇനി എന്താ വർക്ക് എന്ന് പറയാം. ഇന്ന് ഞാൻ കുറച്ചും കൂടെ ഗൈസ്, ഇന്നലത്തെ ഡേ എൻ്റെ ഫുള്ള് സ്പോയിലായിപ്പോയി. സോ ഇതേപോലെ സ്പോയിലായിട്ടുള്ളൊരു ഡേ എനിക്ക് വേറെ ഇല്ല. സോ ഞാൻ അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണ്. കുറച്ചും കൂടെ സ്പോയിലായത് എന്താണെന്നുള്ള റീസൺ എനിക്കിന്ന് കണ്ടുപിടിക്കണം. ഓൾസോ ആ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇനി ബാക്കി ഇന്ന് എന്ത് തുടങ്ങുന്നുള്ളൂ. സോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടേ വരാം ഇന്നലത്തെ വീഡിയോ. യെസ് ഗൈസ്, അപ്പോൾ നമ്മളത് ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളിനി ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് കാണാൻ. സോ ഗൈസ്, ഫോണില്ല ഗൈസ്. സോ അതുകൊണ്ടാണ് ഞാൻ ഫോണിങ്ങിനോട് വെച്ചിരിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്ത് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് വരാം. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റിംഗ് കഴിഞ്ഞു, റെൻഡർ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതങ്ങനെ നടക്കട്ടെ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് തംബ്നെയിലും കൂടെ ഫിനിഷ് ചെയ്തിട്ട് വരാം. സോ ഗൈസ്, നമ്മൾ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സോ ഇനി നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വരുന്നിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. നമ്മളിന്ന് ടൈം ബ്ലോക്ക് ചെയ്താണ്. ഇന്ന് വർക്ക് ഭയങ്കര സ്പീഡായിട്ട് ഫിനിഷ് ചെയ്യാൻ പോവാണ്. ഭയങ്കര ഡീപ്പ് വർക്ക് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് പോയി പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ സോ ഗൈസ്, വീഡിയോസ് ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ മില്യണയർ ക്ലാസ് കാണുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു സീസണൽ ബിസിനസ്സിലേക്ക് വേണ്ടി ഇറങ്ങാൻ പോകും. അതായത് അഡ്മിഷൻ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ. സോ നമ്മളിനി ഓൾ കേരള ആൻഡ് തമിഴ്നാട്, ബാംഗ്ലൂർ ഈ 3 സ്ഥലത്തേക്ക് അഡ്മിഷൻ ചെയ്യാൻ പോവാണ്. സോ അതിനുവേണ്ടി നമുക്ക് സീസൺ ടൈമാണ്. അപ്പോൾ ഈ സീസണിലേക്ക് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഗൈസ്, ടോട്ടലി ഞങ്ങൾ 3 പാർട്ട്നേഴ്സ് കൂടിയാണ്, എന്നെ ഇൻക്ലൂഡഡ് 3, ഞങ്ങൾ 3 പേരും കൂടെയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾസോ ഗൈസ്, ഞങ്ങൾ അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യണം അതിൻ്റെ കൂടെ. അപ്പോൾ സോ ഇനി ടൈം നമ്മൾ അതിനുവേണ്ടിയും കൂടെ ഡിവൈഡ് ചെയ്ത് വെക്കണം. ആൻഡ് അങ്ങനെ പോകുന്നു. അപ്പോൾ അതിനുവേണ്ടി ക്ലോസിംഗ് സ്കിൽസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇത്ര ദിവസം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഗൈസ്, അതേപോലെ തന്നെ നമുക്ക് അതിനുവേണ്ടി ആഡും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. സോ അതിൻ്റെയും ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യണം എനിക്ക്. സോ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് $1 million ക്ലാസ് കണ്ടിട്ട് വരാം. സോ ഗൈസ്, ഫൈനലി നമ്മൾ മില്യൺ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ്സ് ടൈം ഫോർ ഫോറക്സ് ലേണിംഗ്. സോ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ നമുക്കത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഇന്നൊന്നും കൂടെ അത് ഫുള്ളൊന്ന് ഓടിച്ച് റിവൈസ് ചെയ്ത് നമ്മുടെ ഫുള്ള് A to Z ഇത്രയും നാളും പഠിച്ച ഫണ്ടമെൻ്റൽസ്, ടെക്നിക്കൽ അനാലിസിസ്, സ്റ്റാർട്ട് പാറ്റേൺ ആൻഡ് പ്രൈസ് ആക്ഷൻ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ആൻഡ് ICT കോൺസെപ്റ്റ് ആൻഡ് SMC കോൺസെപ്റ്റും നമുക്കൊന്ന് സ്പീഡിൽ നോക്കാം. എല്ലാം ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വരാം. ഗായ്സ്, അങ്ങനെ നമ്മൾ നേരെ ട്രേഡ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു.
കോൺസെപ്റ്റ്സ് ഒക്കെ ഒന്ന് വെച്ച് നോക്കി നമ്മുടെ ട്രേഡ് സക്സസ്ഫുള്ളായി. അപ്പം തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഗൈസ്. നേരെ ഞാൻ പോയി ചെടിക്കങ്ങ് വെള്ളം ഒഴിച്ച് ഗൈസ് അങ്ങനെ ചെടിക്ക് ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പിന്നെയും കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തു. ഞാൻ കയറി പിന്നെയും ട്രേഡ് ചെയ്തപ്പോൾ എനിക്ക് പിന്നെയും പ്രോഫിറ്റ്. ഗൈസ് ഞാനിത് കണ്ടിട്ട് വട്ടടിച്ച് പോകുമായിരുന്നു. എനിക്ക് കോൺഫിഡൻസ് ബിൽഡായി. ഞാൻ നേരെ കുറച്ച് ട്രേഡ്സും കൂടെ പ്ലാൻ ചെയ്ത് നോക്കിയപ്പോൾ പിന്നെയും 300. ഗൈസ് എൻ്റെ മൈൻഡ് സെറ്റ് കോൺഫിഡൻസ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. കാരണം $100 നിന്നാണ് ഞാനിത് ഈസി ആയിട്ട് ട്രേഡ് അക്കൗണ്ടിൽ ഡെമോ അക്കൗണ്ട് സെറ്റ് ചെയ്തത്. ഞാൻ നേരെ റിയൽ അക്കൗണ്ടിൽ ഒരു $30 ഇട്ടു. ഗൈസ് അത് 41 ആയപ്പോഴും എനിക്ക് കോൺഫിഡൻസ് വന്നു. ഞാൻ വിചാരിച്ചൊരു സോൺ കണ്ടുപിടിച്ചു. സോണിൽ അവിടെ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ഗൈസ് അപ്പോൾ നമ്മൾ SL വെച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ SL സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ SL അടിക്കില്ല നോക്കാം. സ്ട്രാറ്റജി ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തു. ലെറ്റ്സ് ട്രൈ ഗൈസ്. ഗൈസ് അത് കഴിഞ്ഞപ്പോൾ കാണുന്നൊരു രംഗമാണിത് ഗൈസ്. സ്റ്റോപ്പ് ലോസ് വെക്കാതെ ഞാനൊരു കളി തുടങ്ങി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഗൈസ് റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർട്ട് നോക്കാതെ ഞാൻ കയറി ബൈ അടിച്ചു ഗൈസ്. ഞാൻ 1 മിനിറ്റ് ചാർട്ടിലായിരുന്നു കിടന്നത്. ഞാനത് 5 മിനിറ്റ് ചാർട്ടാണ്. എൻ്റെ സ്ട്രാറ്റജിയൊക്കെ കറക്റ്റായിരുന്നു. തിരിച്ച് സോണിലോട്ട് വരേണ്ടതായിരുന്നു. ഞാനത് തിരിച്ചു പിടിച്ച് കളിച്ചാണ് ഗൈസ്. ഫുള്ള് കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയാണ്. കണ്ടോ കളി എന്താണെന്ന്. സത്യം പറഞ്ഞാൽ കറക്റ്റ് റൈറ്റ് സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ സോണിലേക്ക് തിരിച്ചു വന്നു. ബട്ട് ഗൈസ് ഞാൻ അവിടെ ഉണ്ടാക്കിയ മിസ്റ്റേക്ക് എന്ത് മണ്ടത്തരമെന്ന് എനിക്കറിയത്തില്ല. ലാസ്റ്റ് എല്ലാ അടിച്ചു പോയി. ഫുൾ എമൗണ്ടും വാഷ് ഔട്ടായി ഗൈസ്.